ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. സൗദിയിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ 30% സ്വദേശീവൽക്കരണം പ്രാബല്യത്തിൽ. പ്രവാസി മലയാളികൾക്ക് വൻ തിരിച്ചടി. മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും നഗരസഭ ഭവനകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് സ്വദേശീവൽക്കരണം നടപ്പിലാക്കുന്നത്. ആയിരക്കണക്കിന് മലയാളി എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് പുതിയ തീരുമാനം കടുത്ത വെല്ലുവിളിയാകും. 5 അതിലധികമോ എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും ഈ നിയമം ബാധകമാണ്. ആർക്കിടെക്ട്, സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമോട്ടീവ്, മറൈൻ, ഓയിൽ ആൻഡ് ഗ്യാസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് തുടങ്ങി 46ഓളം പ്രധാന എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൗദിയിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. നിയമം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയത്തിന്റെ മോണിറ്ററിംഗ് ടീമുകൾ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. സ്വദേശീവൽക്കരണ നിരക്ക് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നിയമ നടപടികളും പിഴയും ചുമത്തുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സ്വദേശി യുവാക്കൾക്ക് കൂടുതൽ സ്ഥിരതയുള്ള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനാണ് സർക്കാർ നീക്കം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അവധിക്കാല യാത്ര പദ്ധതിയിട്ടിരിക്കുന്നവർക്ക് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. വ്യാജ ഓൺലൈൻ ട്രാവൽ ഏജൻസികളുടെ തട്ടിപ്പിൽ വീഴരുത് എന്നാണ് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വ്യാജ ഓൺലൈൻ ട്രാവൽ ഏജൻസികളിൽ നിന്ന് ജാഗ്രത പാലിക്കാനാണ് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയത്. ദുബായിൽ അവധിക്കാലം ആരംഭിക്കാനിരിക്കെയാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. വഞ്ചനയിൽ ജാഗ്രത പാലിക്കുക എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് നിർദ്ദേശം നൽകിയത്. തട്ടിപ്പുകാർ ആകർഷകമായ വ്യാജ യാത്രാ പാക്കേജുകൾ പരസ്യപ്പെടുത്തി ആളുകളിൽ നിന്നും പണം കൈപ്പറ്റുന്നുവെന്ന് പോലീസ് പറഞ്ഞു. യാത്രക്കാരെ ആകർഷിക്കാനായി ഡിസ്കൗണ്ടുകളുള്ള ഹോളിഡേ പാക്കേജുകളും ഹോട്ടൽ ബുക്കിംഗുകളും വിമാന ടിക്കറ്റുകളുമാണ് തട്ടിപ്പുകാർ കൂടുതലായും ഓഫർ ചെയ്യുന്നത്. മറ്റുള്ള ട്രാവൽ ഏജൻസികൾ നൽകുന്നതിനേക്കാൾ വലിയ കുറവ് ഓഫറുകളിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പണം നൽകുന്നതിന് മുൻപ് നന്നായി ആ ഓഫറിനെക്കുറിച്ച് അന്വേഷിക്കണം. യാത്രയ്ക്കായി ലൈസൻസുള്ള ട്രാവൽ ഏജൻസികളെയോ വിശ്വാസയോഗ്യമായ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളെയോ സമീപിക്കുക. വ്യക്തി അക്കൗണ്ടുകളിലേക്കോ അപരിചിതമായ ബാങ്ക് അക്കൗണ്ടിലോ പണം അയക്കരുത്. ബാങ്ക് കാർഡ് വിവരങ്ങൾ, പാസ്വേഡുകൾ, OTP എന്നിവ വിശ്വാസയോഗ്യമല്ലാത്തവർക്ക് നൽകരുതെന്നും ദുബായ് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.